വെൽക്കം ടു സാനായിച്ചോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗിനാണ് ടൂർ പോകണ്ട. അപ്പോൾ ഓണം വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ സ്കൂൾ തുറക്കണതിൻ്റെ ഉള്ളിൽ ടൂർ പോവാണ്. അപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുകയാണ്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഇച്ചൊക്കെ അവിടെ റെഡി ആയി കഴിഞ്ഞു. പക്ഷെ ഫോൺ നോക്കിയാൽ ഇച്ചുവിൻ്റെ ഔട്ട്ഫിറ്റിലൊക്കെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിനെ കാണിച്ചു തരാം. ഇച്ചുകൂടി ഇരിക്കുകയാണ് ഗൈസ്. വീഡിയോയിൽ വരുന്നില്ല ഗൈസ്, ഡ്രസ്സ് കാണിച്ചു കൊടുക്കാൻ പോലും. അപ്പോൾ ഇതാണ് ഇച്ചുവിൻ്റെ ഔട്ട്ഫിറ്റൊക്കെ. സുന്ദര കുട്ടപ്പനെയാണ്. സുന്ദര ഗൈസ് ഗൈസ് കണ്ണാടിയൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഈ കാറിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ കാറിലൊക്കെ കയറി. അപ്പോൾ അടുത്തുള്ള ഒരു പുഴയാണ് കേട്ടോ ഇത്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചാണ്. ശേഷം കുറച്ച് നേരം യാത്രയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ കുതിരാനെത്തി. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോണത് സൂയിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ തൃശ്ശൂർ എത്തിയിട്ട് ഞങ്ങളിപ്പോൾ സൂയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് എൻ്റെ ഇപ്പച്ചി. ഗൈസ് ഞങ്ങളപ്പോൾ സൂവിലെത്തി. അപ്പോൾ ഇത് സൂവിൻ്റെ എൻട്രി ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്താണ് വരിക. ഇത് ഒട്ടക പക്ഷിയാണ്. പിന്നെ ഇത് മുള്ളൻപന്നിയാണ് കേട്ടോ. പിന്നെ ഇത് കുറുക്കനാണ്. ഗൈസ് അവിടെ കുറേ മാനൊക്കെ ഉണ്ടായിരുന്നു. പല വലുപ്പത്തിലൊക്കെ കുറേ ചെറുതും വലുതൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാനിനെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇത് വലിയ ഒട്ടക പക്ഷിയാണ്. അപ്പോൾ ഗൈസ് അവിടെ തന്നെ ഉള്ളൊരു മരമാണ് കേട്ടോ. നാഗവല്ലി എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അതിൻ്റെ മണം ഒരു റോസാപ്പൂവിൻ്റെ ഒക്കെ മണം പോലെ ഉണ്ട്. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത് വലിയ ഹിപ്പോപ്പൊട്ടാമസാണ് കേട്ടോ. ഞാൻ കണ്ടപ്പോൾ ഇപ്പോൾ ശരിക്കും പാറയാണെന്നൊക്കെ വിചാരിച്ച്. അത് വലിയ ഹിപ്പോപ്പൊട്ടാമസാണ്. അത് എണിച്ച് നിൽക്കുന്നില്ല കേട്ടോ. അതവിടെ കിടക്കുകയാണ്. ഇത് ചെറിയ ഹിപ്പോപ്പൊട്ടാമസാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പാർക്കിൽ ഇച്ചിനെ കളിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പം വേറെ ഉത്സവക്കാലത്തിലൊക്കെ ഉരുസി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അതിനുശേഷം ഊനാലാടി സീസയിലൊക്കെ കളിച്ചു. ഇനി ഇപ്പം റീലെടുത്തും കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇപ്പം അറിയാണ്ട് വീഡിയോ എടുത്താണ് കേട്ടോ. ഇത് വലിയ ടൈഗറാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ തന്നെയുള്ള സ്നേക്ക് പാർക്ക് കയറുമ്പോൾ ഇവിടെ കുറേ പലതര സ്നേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ തമ്പാങ്കട ബീച്ചിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇത് കായലും കടലും കൂടി ഒന്ന് ചേർന്ന സ്ഥലമാണ്. അപ്പോൾ നല്ല ക്ലൈമറ്റൊക്കെ ആയി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ അവിടെ കടലിൻ്റെ അടുത്ത് പോയപ്പോൾ ഒരു സങ്കടകരമായ കാര്യമായിരുന്നു. കോയമ്പത്തൂർ കോളേജിലുള്ള 2 ഏട്ടന്മാർ വെള്ളത്തിൽപ്പെട്ടു കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവരും നിൽക്കണം. നല്ല തിരക്കുണ്ട്. എല്ലാവരും അത് നോക്കിക്കൊണ്ട് നിൽക്കണ്ട. അപ്പോൾ അവിടെ തന്നെയുള്ള ഒരു ആൾ, സർവീസിനുള്ള ഒരാൾ അവനെ രക്ഷപ്പെടുത്താൻ പോവാണ്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ കിട്ടുന്നില്ല കേട്ടോ. നല്ല ദൂരെയാണ്. പിന്നെ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ ടെൻഷനിൽ. അപ്പോൾ അത് അവർ പോയി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് വീഡിയോ എടുത്ത് ശരിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് അവിടെ അത് അവർ രക്ഷപ്പെടുത്തി. പിടിച്ച് ഇവിടേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ കടലിൽ നിന്ന്. എല്ലാവരും ആ രക്ഷപ്പെടുത്തി ഏട്ടനെ നോക്കാൻ വേണ്ടി ആ പാറിൻ്റെ മേലെ കയറിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ മുണ്ടെടുത്ത് നിൽക്കുന്ന ആളാണ് അതിനെ രക്ഷപ്പെടുത്തിയത്. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത്. അതിൻ്റെ ഇടയിൽ ഇച്ചു അതാ ചിത്രം വരച്ചൊക്കെ കളിക്കുന്നുണ്ട്. ഏട്ടൻ രക്ഷപ്പെട്ട് വേണ്ടി സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളൊരു കാര്യം അറിഞ്ഞത്. ഒരേട്ടൻ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ഒന്നും കാണാനില്ല. ഏട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു വള്ളത്തിൽ. പക്ഷേ ഈ ഏട്ടനെ വള്ളത്തിൽ പോലും കാണുന്നില്ല കേട്ടോ. ശേഷം ആംബുലൻസ് വന്നു, ഫയർഫോഴ്സൊക്കെ വന്നു, പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന്
സ്നേഹതീരം ബീച്ചിലേക്ക് വന്നു. സ്നേഹതീരം ബീച്ചാണെങ്കിൽ മൊത്തം തിരക്കായിരുന്നു കേട്ടോ, ഫുൾ തിരക്കായിരുന്നു. ഇത്രയും തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ വള്ളത്തിലൊക്കെ കളിച്ചു. അപ്പോൾ ഞാൻ വള്ളത്തിൽ കളിക്കുമ്പോൾ ഫോണുങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, വെള്ളമായതുകൊണ്ട് ഞാൻ കുറച്ചേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം ഞങ്ങൾ രാത്രിയായി, അപ്പോൾ നല്ല സൺസെറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ഞാൻ അടുത്ത വീഡിയോ വരാം. ബൈ ബൈ.